Hi students, welcome back. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ലെക്ചറിൽ ബൈബാക്കിന്റെ തിയററ്റിക്കൽ ബേസും അതുപോലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും ജേർണൽ എൻട്രീസും ബാലൻസ് ഷീറ്റും വരുന്ന പ്രോബ്ലംസ് നോക്കിയിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ബൈബാക്കിനെ കുറിച്ചുള്ള കണ്ടീഷൻ സെക്ഷൻ 68 കവർ ചെയ്യുന്നതിന് രണ്ടായി തരംതിരിക്കാം. ന്യൂമറിക്കൽ ലിമിറ്റ്സ് ഉള്ള കണ്ടീഷൻ, ന്യൂമറിക്കൽ കണ്ടീഷനും നോൺ ന്യൂമറിക്കൽ കണ്ടീഷൻസും. നോൺ ന്യൂമറിക്കൽ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ന്യൂമറിക്കൽ കണ്ടീഷൻസ് ആണ് ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂമറിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ബൈബാക്ക് ചെയ്യാൻ സെക്ഷൻ 68 ചില ലിമിറ്റ് ഉണ്ട്, സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ബൈബാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി എല്ലാ കണ്ടീഷനും സ്റ്റിൽ റിമെയിൻസ്. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട 3 കണ്ടീഷൻസ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ന്യൂമറിക്കൽ കണ്ടീഷന് നമുക്ക് 3 എണ്ണം ഉണ്ട്. ഒന്നാമത് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്, രണ്ടാമതായി വരുന്നത് റിസോഴ്സ് ടെസ്റ്റ്, ആൻഡ് ഫൈനലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഈ 3 കണ്ടീഷനിലും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബൈബാക്ക് ഓഫ് ഷെയർസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്? ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് പറയുന്നത് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് കമ്പനിയുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇക്വിറ്റി ഷെയർസ് എത്ര, ആ ദിവസം എത്ര ഇക്വിറ്റി ഷെയർസ് ആണ് കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, അതിന്റെ 25% അത്രയും ഷെയർ മാത്രമേ നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിൽ 1 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ 25%, 25,000 ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് ഉണ്ടെങ്കിലും കാര്യമില്ല. അതാണ് നമ്മുടെ മാക്സിമം സീലിംഗ് ലിമിറ്റ്. ഇതിനെയാണ് നമ്മൾ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്, ആ ദിവസം നമുക്ക് എത്ര എക്സിസ്റ്റിംഗ് ഷെയർസ് ഉണ്ടോ അതിന്റെ 25%. ടോട്ടൽ ഷെയർസ് അല്ല, ഇക്വിറ്റി ഷെയർസ്. എത്ര ഇക്വിറ്റി ഷെയർ നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർസിന്റെ 25%, ആ എമൗണ്ട് ആണ് നമ്മൾ പെർമിസിബിൾ ബൈബാക്ക് ഈ കണ്ടീഷൻ പ്രകാരം. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 lakh ഷെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ 25%. സോ 25,000 ഷെയർസ് മാക്സിമം അലൗഡ് ഉള്ളൂ. ഇത് ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് 20 or 18 ആണെങ്കിൽ പ്രശ്നമില്ല, ബട്ട് ഇതിനെ എക്സീഡ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഏറ്റവും എളുപ്പമുള്ള ടെസ്റ്റ് ആണ് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ്. നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് റിസോഴ്സ് ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റിൽ മാക്സിമം എത്ര എമൗണ്ട് നമുക്ക് ബൈബാക്കിന് വേണ്ടി എക്സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ചെലവാക്കാം. ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റിൽ മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ആണ് ക്യാപ്പ് ചെയ്യുന്നത്. റിസോഴ്സ് ടെസ്റ്റിൽ ബൈബാക്കിന് വേണ്ടി എത്ര എമൗണ്ട് ഉപയോഗിക്കാം. ഇവിടെ എമൗണ്ടിലാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ പറയുന്നത് ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അപ്പോൾ ഇക്വിറ്റിയും വരും പ്രിഫറൻസും വരും, പ്ലസ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവ് പറയുമ്പോൾ ജനറൽ റിസർവ് അല്ലെങ്കിൽ റവന്യൂ റിസർവ്, P&L അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇത് മൂന്നും ആഡ് ചെയ്താലുള്ള എമൗണ്ടിന്റെ 25%. ആ എമൗണ്ട് ആണ് നിങ്ങൾക്ക് ബൈബാക്കിന് വേണ്ടി എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെലവാക്കാൻ പറ്റുന്ന മാക്സിമം എലിജിബിൾ എമൗണ്ട്. അപ്പൊ ഇവിടെ എമൗണ്ട് ആണ് നമുക്ക് അവർ റെസ്ട്രിക്ഷൻ വെക്കുന്നത്. അതിന് നമ്മൾ ഷെയർ ആയി കൺവേർട്ട് ചെയ്യും. നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakhs, ഫ്രീ റിസർവ്സ് 30 lakhs ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം 20 lakh. അപ്പൊ ടോട്ടൽ എത്ര? 1 crore വരും. ഇതിന്റെ 25%, അതായത് 25 ലക്ഷമാണ് നമ്മുടെ എലിജിബിൾ ബൈബാക്ക് എമൗണ്ടിന്റെ എലിജിബിൾ മാക്സിമം എമൗണ്ട് 25 lakh. ഇതിനെ നമ്മൾ ഷെയർ ആയി കൺവേർട്ട് ചെയ്യും. അതെങ്ങനെ ചെയ്യാം? ഇതാണ് നമുക്ക് ബൈബാക്കിന് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഡിവൈഡഡ് ബൈ ഒരു ഷെയർ നമ്മൾ എത്ര രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യുന്നു. ഒരു ഷെയർ നമ്മൾ എത്ര രൂപയ്ക്ക് ബൈബാക്ക് ചെയ്യണം? 20 രൂപയാണ് ഒരു ഷെയറിന്റെ ബൈബാക്ക് പ്രൈസിങ്. നമുക്ക് 1.25 lakh ഷെയർസ് ബൈബാക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ റിസോഴ്സ് ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റിൽ നമുക്ക് കിട്ടുക എത്ര എമൗണ്ട് ആണ് ബൈബാക്കിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഡിവൈഡഡ് ബൈ ബൈബാക്ക് പ്രൈസ്. ഒരു ഷെയർ എത്ര രൂപയ്ക്ക് വാങ്ങിക്കുന്നു, അപ്പൊ ടോട്ടൽ എത്ര ഷെയർ വാങ്ങിക്കാൻ പറ്റും. സോ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് കഴിഞ്ഞു, റിസോഴ്സ് ടെസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ കേൾക്കും. അത് കൂടാതെ നമ്മൾ പ്ലസ് ടുവില് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റേഷ്യോന്റെ കൂടെ ഈ കറന്റ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആ ടൈമിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഒരു എൻറ്റിറ്റിയുടെ ഡെറ്റിനെ ഇക്വിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, 1 രൂപ ഓണറുടെ കാശ് ഉണ്ടെങ്കിൽ എത്ര രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ 50 രൂപയാണ് ലോണ്, 25 രൂപയാണ് ക്യാപിറ്റൽ.
അപ്പം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പറയുമ്പോൾ ഡെറ്റ് ബൈ ഇക്വിറ്റി 50/25 2. അതിനർത്ഥം 1 രൂപ ഓണറുടെ കാശുള്ള സ്ഥലത്ത് 2 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പറയുന്നത് ബൈബാക്ക് കഴിഞ്ഞ് പോസ്റ്റ് ബൈബാക്ക് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2 അതിൽ താഴെയോ ആവണം, അതായത് 2ൽ കൂടുതൽ ആവരുത്. ഇപ്പൊ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. 1 രൂപ ഓണറുടെ കാശ് ഉണ്ടെങ്കിൽ എത്ര രൂപ കടം ഉണ്ട്. അതിന്റെ അലൗഡ് ലിമിറ്റ് എത്രയാ? മാക്സിമം 2ന്റെ മേലെ പോകരുത്. അപ്പൊ ഇതിന് FM-ൽ വേറെ ഫോർമുല ഉണ്ടാവും. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോന് സെക്ഷൻ 68-ൽ തന്നെ അവർ പറയുന്നുണ്ട്. ഡെറ്റ് പറഞ്ഞാൽ എന്താ? എല്ലാ ഡെറ്റും എടുക്കും. അത് സെക്യൂർഡ് ലോൺ ആണെങ്കിലും അൺസെക്യൂർഡ് ആണെങ്കിലും എടുക്കും. അപ്പൊ അവിടെ ഒരു വ്യത്യാസമില്ല, കടമാണെങ്കിൽ നമ്മൾ എടുക്കും. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് പറയുമ്പോൾ ഇക്വിറ്റിയും വരും, പ്രിഫറൻസും വരും, പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പൊ ബാക്കി എല്ലാ റിസർവ്സും സർപ്ലസ് കൊടുക്കില്ല, ഫ്രീ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മുടെ ഡിബഞ്ചർ റിഡംഷൻ റിസർവോ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇതൊന്നും ഫ്രീ റിസർവ് അല്ല, ഇതൊന്നും ഇക്വിറ്റിയിൽ എടുക്കില്ല, എവിടെ എടുക്കില്ല. FM-ൽ വേറെ ഫോർമുല ആയിരിക്കും. ഇവിടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഡെറ്റ് പറയുമ്പോൾ എല്ലാ ഡെറ്റും എടുക്കും, സെക്യൂർഡ് അൺസെക്യൂർഡ് എടുക്കും. ബട്ട് ഇക്വിറ്റി പറയുമ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇതിലേക്ക് നമ്മൾ ഫിഗേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഡെറ്റ് ബൈ ഇക്വിറ്റി പോസ്റ്റ് ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ അത് മോർ ദാൻ 2 ആവരുത്, അല്ലെങ്കിൽ 2 ആവുന്നവരെ എത്ര ബൈബാക്ക് ചെയ്യാൻ പറ്റുമോ അതേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എക്സ് ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് പോവാം, അല്ലെങ്കിൽ എക്സ് ഇട്ടിട്ട് നമുക്ക് എത്ര ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റഡി മെറ്റീരിയലിലെ ഇലിസ്ട്രേഷൻ 5 ചെയ്യാം. നമുക്ക് മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ എത്രയാണോ ആ നമ്പർ ആണ് പെർമിസിബിൾ ബൈബാക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മളൊരു ഇലിസ്ട്രേഷൻ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ചെയ്തു വരികയാണെങ്കിൽ ഇവിടെ ആൻസർ കിട്ടുന്നത് 40,000 ഷെയർസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ ഇതിൽ ആദ്യത്തെ ആൻസർ എത്രയായിരുന്നു? ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് പ്രകാരം നമുക്ക് 25,000 ഷെയർ ബൈബാക്ക് ചെയ്യാം. റിസോഴ്സ് ടെസ്റ്റ് പ്രകാരം 1.25 ലക്ഷം ബൈബാക്ക് ചെയ്യാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് 40,000 ഷെയർ ബൈബാക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ ലീസ്റ്റ് ഓഫ് ദി അബോവ് 25,000 ആണ് എടുക്കുക. കാരണം 25,000 ഈ കണ്ടീഷനും ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ. എബോവ് 25 ആണെങ്കിൽ എന്താ പ്രശ്നം? ഈ കണ്ടീഷൻ വയലേറ്റ് ആവും. ഇതും സാറ്റിസ്ഫൈ ആവുമായിരിക്കും. ഇപ്പൊ 30,000 എടുത്തു, 30,000 എടുത്താൽ ഇതിന്റെ ലിമിറ്റിന്റെ ഉള്ളിലാണ്, ഇതിന്റെയും ലിമിറ്റിനുള്ളിലാണ്, പക്ഷെ ഇത് വയലേറ്റ് ആയി. ക്യുമുലേറ്റീവ് കണ്ടീഷൻ ആണ്. ക്യുമുലേറ്റീവ് കണ്ടീഷൻ പറഞ്ഞാൽ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. അപ്പൊ എന്താണ്? ഈ 3 ടെസ്റ്റിന്റെയും ലീസ്റ്റ് നമ്പർ എന്താണോ അതിനെയാണ് നമ്മൾ മാക്സിമം പെർമിസിബിൾ ബൈബാക്ക് എന്ന് പറയാം. അപ്പൊ 3ന്റെയും ലീസ്റ്റ് എമൗണ്ട് മാക്സിമം പെർമിസിബിൾ ബൈബാക്ക്. ആൻഡ് ഇത് കണ്ടുപിടിച്ചിട്ട് ജേർണൽ എൻട്രി നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നോക്കിയ പോലെ തന്നെ സെയിം ആണ്. ജേർണൽ എൻട്രീസിന് മാറ്റില്ല. ഇവിടെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? എത്ര ഷെയർ ആണെന്നുള്ളത് അവർ തന്നെ ഡയറക്റ്റ് ആയി തന്നു. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്ക് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫർദർ ജേർണൽ എൻട്രി എഴുതും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇലിസ്ട്രേഷൻ 5ലേക്ക് പോവുകയാണെങ്കിൽ ഇലിസ്ട്രേഷൻ 5 പി ലിമിറ്റഡ് നോൺ ലിസ്റ്റഡ് കമ്പനി ആസ് ദി ഫോളോയിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആസ് ഓൺ 31st March. ആ കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ അത് തന്നിരിക്കണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30 ലക്ഷം, 10 രൂപ. അപ്പൊ എത്ര ഷെയർ ഉണ്ട്? 3 ലക്ഷം ഷെയർ ഉണ്ട്. 30 ലക്ഷമാണ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ. ഒരു ഷെയറിന് 10 രൂപ പറയുമ്പോൾ എത്ര ഷെയർ ഉണ്ടാവും? 3 lakh ഷെയർസ് ഉണ്ട്. റിസർവ് സർപ്ലസ് ജനറൽ റിസർവ് 32,50,000, സെക്യൂരിറ്റീസ് പ്രീമിയം 6 ലക്ഷം, P&L അക്കൗണ്ട് 4,30,000, റീവാലുവേഷൻ റിസർവ് ഇതൊരു ഫ്രീ റിസർവ് ആണോ? അല്ല, ജനറലി ഇത് ബൈബാക്കിന് എലിജിബിൾ അല്ല, 6,20,000. ആൻഡ് നമ്മുടെ ലോൺ ഫണ്ട് അതായത് നമ്മുടെ ഡെറ്റ് 42 lakh ഉണ്ട്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ബൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് ബാക്ക് ഇൻ ദി ലൈറ്റ് ഓഫ് എബോവ് ഇൻഫർമേഷൻ ആൻഡ് ദി ഓഫർ പ്രൈസ് ഫോർ ബൈബാക്ക് ഇസ് 30 rupees. നമ്മൾ 10 രൂപയുടെ ഷെയർ ബൈബാക്ക് ചെയ്യുന്നത് 30 രൂപയ്ക്കാണ്. ഈ ക്വസ്റ്റ്യനിൽ അവർ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ വെച്ചിട്ട് മറ്റ് 2 ടെസ്റ്റും കൂടെ ചെയ്യാം. അപ്പൊ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 30 ലക്ഷം. ഒരു ഷെയറിന് 10 രൂപ പറയുമ്പോൾ 3 ലക്ഷം ഷെയർ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഇലിസ്ട്രേഷൻ 5. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് നോക്കാം. എളുപ്പമാണ്. ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ടെസ്റ്റ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാ? 30 lakh അല്ലേ? ഡിവൈഡഡ് ബൈ
ഒരു ഷെയറിന് 10 രൂപ പറയുമ്പോൾ നമുക്ക് എത്ര 3 lakh ഷെയർസ് ആണുള്ളത് അല്ലേ? ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് 30 ലക്ഷം ക്യാപിറ്റൽ ഡിവൈഡ് ബൈ 10 3 ലക്ഷം ഷെയർ. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്കിന് എലിജിബിൾ ആയിട്ടുള്ള ഷെയർസ് പറയുമ്പോൾ എത്ര? ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻറ്റു 25%. അതായത് 3 lakhs ഇൻറ്റു 25% പറയുമ്പോൾ 75,000 ഷെയർസ് ആണ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് പ്രകാരം നമുക്ക് ബൈബാക്കിന് എലിജിബിൾ ആയ നമ്പർ ഓഫ് ഷെയർസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് എന്താ? റിസോഴ്സ് ടെസ്റ്റ്. റിസോഴ്സ് ടെസ്റ്റിൽ എമൗണ്ട് ക്യാപ്പ് ആണ്. അവിടെ എന്താ പറയണത്? നമ്മുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതിന്റെ 25% എമൗണ്ട് അല്ലേ? അപ്പോൾ അത് എത്ര വരിക? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 30 lakhs ആണ്. ഫ്രീ റിസർവ് പറയുമ്പോൾ ജനറൽ റിസർവും വരും, P&L ബാലൻസും വരും. അപ്പം നമ്മുടെ ജനറൽ റിസർവ് 32.5 ലക്ഷം, P&L അക്കൗണ്ട് 4,30,000, 32.5 lakh പ്ലസ് 4,30,000. ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? സെക്യൂരിറ്റീസ് പ്രീമിയം എടുക്കണം. റീവാലുവേഷൻ റിസർവ് എടുക്കരുത്. P&L അക്കൗണ്ട് സെക്യൂരിറ്റീസ് പ്രീമിയം 6 lakh ഇൻറ്റു 25%. അപ്പൊ എത്ര വരിക? 72,80,000 ഇൻറ്റു 25%, 18,20,000. ഇതാണ് നമുക്ക് ബൈബാക്കിന് എലിജിബിൾ ആയ എമൗണ്ട്. ഇതിനെ നമ്മൾ നമ്പർ ഓഫ് ഷെയർ ആയി കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ഷെയറിന്റെ ബൈബാക്ക് പ്രൈസ് എത്ര? ഒരു ഷെയർ നമ്മൾ തിരിച്ചു വാങ്ങിക്കുന്നത് 30 രൂപയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ 18,20,000 വെച്ചിട്ട് എത്ര ഷെയർ വാങ്ങിക്കാനായിട്ട് പറ്റും? $18.2 lakh divided by 30, നമുക്ക് 60,667 ഷെയർ. ഇതാണ് റിസോഴ്സ് ടെസ്റ്റ് പ്രകാരം നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്ക്. ഓക്കെ, ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റും റിസോഴ്സ് ടെസ്റ്റും ക്ലിയർ ആണ് വിചാരിക്കുന്നു. ആൻഡ് നമ്മുടെ അത്യാവശ്യം നമ്മളെ കുറയ്ക്കാൻ സാധ്യതയുള്ള ടെസ്റ്റാണ് നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റായ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി എടുക്കണം. നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗർ ബിഫോർ ബൈബാക്ക് ആണ്. അവിടെ ഇക്വിറ്റി പറയുമ്പോൾ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ്, ഇത് മൂന്നും എടുക്കും. ഡെറ്റ് പറയുമ്പോൾ ലോൺ ഫണ്ട് എടുക്കും. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ എടുത്തിടരുത്. ബൈബാക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എത്രയായിരിക്കും, നമ്മുടെ റിസർവ്സ് എത്രയായിരിക്കും, നമ്മുടെ ലോൺ എത്രയായിരിക്കും. ലോണിൽ ഒരു മാറ്റവും ഇല്ല, കാരണം നമുക്ക് ലോൺ എടുത്ത് ബൈബാക്ക് നടത്താൻ പറ്റില്ല. ഇവിടെ ലോണൊന്നും തിരിച്ചടയ്ക്കണമില്ല. ഇക്വിറ്റിയിലും റിസർവിലും എന്ത് ചേഞ്ച് വരും? പോസ്റ്റ് ബൈബാക്ക് ഇക്വിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര കുറയും എന്നറിയണമെങ്കിൽ എത്ര ഷെയർ ബൈബാക്ക് നടത്തി എന്നറിയണം. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അതിനെ അസ്യൂം ചെയ്യും, ഒരു വേരിയബിളായി അസ്യൂം ചെയ്ത് ഫോർമുല വഴി നമ്മൾ കണ്ടുപിടിക്കും എത്ര ഷെയർ ബൈബാക്ക് ചെയ്യണമെന്ന്. കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ഷെയർസ് അറിയാത്തതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലെറ്റ് നമ്പർ ഓഫ് ഷെയർസ് bought back BN. ഞാൻ തൽക്കാലം ഇതിനെ n എന്നുള്ള ഒരു വേരിയബിൾ ആയിട്ട് അസ്യൂം ചെയ്യണം. കാരണം ഷെയർ എത്ര ബൈബാക്ക് ചെയ്തു എന്ന് അറിഞ്ഞാലേ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര കുറഞ്ഞു എന്ന് അറിയുള്ളൂ. അതുപോലെ എത്ര രൂപ ഫ്രീ റിസർവ് നിന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ എത്ര രൂപ പ്രീമിയം ഓൺ ബൈബാക്ക് ലോസ് അഡ്ജസ്റ്റ് ചെയ്തു, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് അറിയണം. പക്ഷെ നമ്മുടെ കയ്യിൽ നമ്പർ ഓഫ് ഷെയർസ് അറിയില്ല. അപ്പൊ നമുക്ക് എന്താണ്? പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡെറ്റ് എത്രയാ? ഡെറ്റ് പറഞ്ഞാൽ ലോൺ മാത്രമേ ഉള്ളൂ. അത് പ്രീ ബൈബാക്കും പോസ്റ്റ് ബൈബാക്ക് എത്രയേ ഉള്ളൂ? 42 ലക്ഷം അല്ലെ? നമ്മുടെ ലോൺ ഫണ്ട് 42 lakh ഉണ്ട്. ഇനി നമ്മുടെ പ്രസന്റ് ഇക്വിറ്റി, ബൈബാക്കിന് മുന്നേ ഉള്ള ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? നമ്മളവിടെ ഫോർമുലയിൽ എഴുതിയിരുന്നു. ഇക്വിറ്റി പറയുമ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ
പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വിറ്റി വരുന്നത്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര വരും? 72.8 lakhs. അപ്പൊ അതായത് ബൈബാക്ക് നടത്തുന്നതിന് മുന്നേ നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുന്നത് 72,80,000. ഇതും ഈ 42 ലക്ഷവും കമ്പയർ ചെയ്യരുത്. അത് കാരണം ബൈബാക്കിന് മുന്നേ ഉള്ള ഇക്വിറ്റിയാണ്. നമുക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ചെക്ക് ചെയ്യേണ്ടത് ആഫ്റ്റർ ബൈബാക്ക് ആണ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പോസ്റ്റ് ബൈബാക്ക് ഇക്വിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? പ്രസന്റ് ഇക്വിറ്റി, ഇപ്പൊ എത്ര ഇക്വിറ്റി ഉണ്ട് അതെന്ന്. ബൈബാക്ക് നടത്തുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കുറയും അല്ലെ? എത്ര ഷെയർ ആണോ ബൈബാക്ക് നടത്തിയത് അതിന്റെ ഫേസ് വാല്യൂ, എത്ര ഷെയർ ആണോ ബൈബാക്ക് നടത്തിയത് അതിന്റെ ഫേസ് വാല്യൂ നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പറയുമ്പോൾ ഇക്വിറ്റിയുടെ ഭാഗമാണല്ലോ. അപ്പൊ ഇതിൽ നിന്നാണ് ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അത് കുറയ്ക്കണം. കാരണം ഷെയർ ക്യാപിറ്റൽ അത്രത്തോളം കുറഞ്ഞു. കഴിഞ്ഞോ? ഇല്ല. ഈ ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. 10 രൂപയുടെ ഷെയർ ബൈബാക്ക് നടത്തുന്നത് 30 രൂപയ്ക്കാണ്. അപ്പൊ 20 രൂപ നഷ്ടമുണ്ട്. ആ പ്രീമിയം ബൈബാക്ക് എന്ന് പറയുന്ന നഷ്ടത്തിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്തുമായിട്ട്? ഒന്നുകിൽ ഫ്രീ റിസർവ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ നിലവിലുള്ള ഇക്വിറ്റിയിൽ നിന്നും ഈ ലോസ്, അതായത് പ്രീമിയം ഓൺ ബൈബാക്ക് പറയുന്ന ലോസിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഇക്വിറ്റിയിൽ നിന്ന് എന്ത് കുറയും? പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്. കഴിഞ്ഞോ? ഇല്ല. നമുക്ക് ഒരു ഐറ്റം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇക്വിറ്റിയിൽ നിന്ന് പോകും. എന്താണ്? ഈ ബൈബാക്ക് നടത്തുന്നത് പ്രോഫിറ്റ്സ് എന്നാണെങ്കിൽ, ബൈബാക്ക് നടത്തുന്നത് പ്രോഫിറ്റ്സ് എന്നാണെങ്കിൽ, ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസിലെ പ്രോഫിറ്റ്സ് എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രീ റിസർവിൽ നിന്നും ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫ്രീ റിസർവ് പറയുന്നത് നമ്മുടെ ഇക്വിറ്റിയുടെ ഭാഗമാണ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇക്വിറ്റിയുടെ ഭാഗമല്ല. ഇക്വിറ്റിയുടെ ഭാഗം പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ, ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പൊ നമ്മുടെ ഇക്വിറ്റി വീണ്ടും കുറയുകയാണ്. ബൈബാക്ക് പ്രോഫിറ്റ് എന്നാണെങ്കിൽ ഫ്രീ റിസർവ് എന്ന് എത്ര ഷെയർ ആണോ ബൈബാക്ക് നടത്തി അതിന്റെ നോമിനൽ വാല്യൂ എന്ത് ചെയ്യണം? CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ CRR റിസർവ് ആണ്, പക്ഷെ അതെന്തല്ല, സെക്ഷൻ 68 പ്രകാരം CRR ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് എന്താണ്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിനെയും ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ കുറയ്ക്കും. ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പൊ നമുക്കിത് ഓരോന്നിന്റെയും ഫിഗർ എത്രയാണ് എമൗണ്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ പ്രസന്റ് ഇക്വിറ്റി പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഉള്ള പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ് പ്ലസ് സെക്യൂരിറ്റീസ് പ്രീമിയം 72,80,000. അതിന്ന് എത്ര ഷെയർ ആണോ ബൈബാക്ക് ചെയ്യുന്നത് ആ ഷെയറുടെ ഫേസ് വാല്യൂ എന്തായാലും ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറയില്ലേ? എത്ര ഷെയർ ബൈബാക്ക് ചെയ്യണം? അറിയില്ല. n. ഒരു ഷെയറുടെ ഫേസ് വാല്യൂ എത്ര? 10. സോ n into 10, 10n. എത്ര ഷെയർ ആണോ ബൈബാക്ക് ചെയ്യുന്നത് into 10, അതാണ് ആ ഫേസ് വാല്യൂ. അത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കുറയും, ഇക്വിറ്റി കുറയും, അത് റെഡ്യൂസ് ചെയ്തു. ഇനി നമ്മുടെ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, അതൊരു ലോസ് ആണ്, അത് നമ്മുടെ ഫ്രീ റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയും. ഒരു ഷെയറിന് എത്ര രൂപയാണ് നമ്മുടെ പ്രീമിയം വരുന്നത്? നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 30 രൂപയ്ക്കാണ്, ഫേസ് വാല്യൂ 10 രൂപയ്ക്കാണ്. അപ്പൊ 20 രൂപയാണ് പ്രീമിയം പേ ചെയ്യണം. അങ്ങനെ എത്ര ഷെയറിന്? n നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, മൈനസ് നമ്മൾ ബൈബാക്ക് നടത്തുന്നത് ലാഭത്തിൽ നിന്നാണെങ്കിൽ, ഇവിടെ ലാഭമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭമാണെന്നാണ് അസംഷൻ. ഇവിടെ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മുടെ അസംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ആണ് ബൈബാക്ക് നടക്കുന്നത്. അപ്പൊ എത്രയാണ് ലാഭത്തിൽ നിന്ന് CRRക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? എത്ര ഷെയർ ആണോ പ്രോഫിറ്റ് നിന്ന് റെഡീം ചെയ്യുന്നത്, ബൈബാക്ക് ചെയ്യുന്നത്, അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ എത്ര ഷെയർ അറിയില്ല, n നമ്പർ ഓഫ് ഷെയർസ്. ഫേസ് വാല്യൂ ഒരു ഷെയറിന് 10 രൂപ, അങ്ങനെ n നമ്പർ ഓഫ് ഷെയർസിന് 10n. ഈ എമൗണ്ട് ആണ് CRRക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ പോസ്റ്റ് ബൈബാക്ക് ഇക്വിറ്റി എത്ര വരും? 72,80,000 മൈനസ് 10n മൈനസ് 20n മൈനസ് 10n, അതായത് 40n. ഇതാണ് നമ്മുടെ പോസ്റ്റ് ബൈബാക്ക് ഇക്വിറ്റി. 72,80,000 മൈനസ് 40n. ഇനി ബൈബാക്ക് കഴിഞ്ഞാൽ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാ? 2, മാക്സിമം 2. ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പറഞ്ഞാൽ എന്താ? ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി 2 ആയിരിക്കണം.
അപ്പോൾ ഡെറ്റ് അറിയാം, ബൈബാക്ക് പ്രീ ബൈബാക്ക് ആണെങ്കിലും പോസ്റ്റ് ബൈബാക്ക് ആണെങ്കിലും ഡെറ്റ് 42 ലാക്ക് ആണ്, അതിലൊരു ചേഞ്ചും ഇല്ല. ഇക്വിറ്റി പോസ്റ്റ് ബൈബാക്ക് ഇക്വിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ് വരുന്നത്? 72,80,000 മൈനസ് 40n ഈക്വൽ ടു 2. ഇനി നമ്മളിതിനെ സോൾവ് ചെയ്ത് വന്നാൽ മതി. അപ്പോൾ 42 ലാക്ക് ഇവിടെ തന്നെ നിർത്താം. 2 into 72,80,000 പറയുമ്പോൾ എത്ര വരും? 2.8 144 145.6 lakh മൈനസ് 80n. ഇനി നമുക്ക് 80n അപ്പുറത്ത് കൊണ്ടുവരാം, അത് പോസിറ്റീവ് ആകും. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 145.6 lakh മൈനസ് 42 lakh 103.6 lakh ഈക്വൽ ടു 80n. n നമ്മൾ ചെയ്തു വരുമ്പോൾ 103.6 lakh divided by 80, 1,29,500 ഷെയർസ്. ഇതാണ് പോസ്റ്റ് ബൈബാക്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2 എക്സീഡ് ചെയ്യാതെ അല്ലെങ്കിൽ 2ൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് എലിജിബിൾ ഫോർ ബൈബാക്ക്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് ബൈബാക്കിൽ 2 നമുക്ക് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മുടെ ബൈബാക്ക് പോകരുത്. 1,29,500 ഷെയർസ്. സോ 1,20,000 ആണെങ്കിലും 2 അല്ലെങ്കിൽ അതിൽ കുറവില്ല, ലെസ് ദാൻ 2 ആയിരിക്കും. 1,29,500 ആണെങ്കിൽ നമ്മുടെ ബൈബാക്ക് കഴിഞ്ഞിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2 ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ഷെയർസ് ലെസ് ദാൻ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും? ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2ൽ താഴെ ആയിരിക്കും. അതേസമയം നമ്മൾ 1,30,000 1,40,000 1,50,000 പോവുകയാണെങ്കിൽ നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മോർ ദാൻ 2ലേക്ക് പോകും. അപ്പോൾ നമുക്ക് 3 ടെസ്റ്റിലും കിട്ടി. ഒന്നാമത്തെ ടെസ്റ്റ് നമ്മുടെ ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് ടെസ്റ്റ് ആയിരുന്നു, അത് പ്രകാരം എത്രയായിരുന്നു? 75,000 ഷെയർസ്. രണ്ടാമത്തത് നമ്മുടെ റിസോഴ്സ് ടെസ്റ്റ് ആയിരുന്നു, റിസോഴ്സ് ടെസ്റ്റ് പ്രകാരം 60,667. മൂന്നാമത് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് പ്രകാരം നമുക്ക് കിട്ടിയത് 1,29,500. അപ്പൊ നമ്മൾ ഇതിൽ ഏതിനെ എടുക്കുക? ലീസ്റ്റ് ഓഫ് ദി അബോവ്, ലീസ്റ്റ് ഓഫ് ദി 3. അത് പറയുമ്പോൾ 60,667 ആണ് നമ്മുടെ മാക്സിമം പെർമിസിബിൾ ബൈബാക്ക്. കാരണം 3 കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എമൗണ്ട് അതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ജേർണൽ എൻട്രീസ് സെയിം ആണ്. നമ്മൾ ബൈബാക്കിന്റെ ഡ്യൂ എൻട്രി എഴുതും, സെറ്റിൽമെന്റ് എൻട്രി എഴുതും, CRRക്കുള്ള ട്രാൻസ്ഫർ എൻട്രി എഴുതും. അതേപോലെ ലോസ് ഡ്യൂ ടു പ്രീമിയം പേബിൾ ഓൺ ബൈബാക്കിനെ സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെങ്കിൽ ഫ്രീ റിസർവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന 4 എൻട്രീസും വരും. അത് സെയിം ആസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള അതേ ഇലിസ്ട്രേഷൻസ് പോലെയാണ്. സോ ഈ എമൗണ്ട്, ഈ നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ ഫർദർ കാൽക്കുലേഷന് വേണ്ടി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ്. കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും. മറ്റു രണ്ടും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അപ്പോൾ എക്സാമിന് വരിക നമ്മളോട് ഈ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് ജേർണൽ എൻട്രിയും എഴുതാൻ പറയും. സംടൈംസ് ഇതിന്റെ കൂടെ ഈ കാൽക്കുലേഷൻ ജേർണൽ എൻട്രി പ്ലസ് ബാലൻസ് ഷീറ്റ്, കുറച്ചും കൂടെ വലിയ പ്രോബ്ലം ആവും, അങ്ങനെയും വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈബാക്ക് ഇതോടെ അവസാനിച്ചു. താങ്ക് യു.